എന്നാൽ ഈ LPG പ്രതിസന്ധിയൊന്നും ബാധിക്കാത്ത ഒരു ഹോട്ടലുണ്ട് എറണാകുളത്ത്. പാചകവാതകത്തിന് പകരം ഏറെ നാളായി റോക്കറ്റ് അടുപ്പുകളെയാണ് ഇവർ ആശ്രയിക്കുന്നത്. കുറഞ്ഞ വിറകു മാത്രം ആവശ്യമുള്ള ഈ അടുപ്പിന് ഡിമാൻഡ് ഇപ്പോൾ ഏറെയാണ്. കടവന്ത്രയിലെ മച്ചിലി ഹോട്ടലിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം. പാചകവാതക സിലിണ്ടറിന്റെ ക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പലരും ബദൽ മാർഗം തേടി പോവുകയാണ്. കൊച്ചി നഗരത്തിൽ പല ഹോട്ടലുകളും അടച്ചുപൂട്ടലിന്റെ വക്കലാണ്. ചില തട്ടുകടകളൊക്കെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പൂട്ടുന്ന സാഹചര്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കടവന്ത്രയിലെ ഏറ്റവും ഫേമസ് ആയ ഒരു സീ ഫുഡ് കിട്ടുന്നതിലെ ഒരു കത്തിക്കടവിലെ ഹോട്ടലായിട്ടുള്ള മച്ചിലിയിലാണ്. മച്ചിലിയിലെ രാജീവേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ റോക്കറ്റ് അടുപ്പാണുള്ളത്. അത് ഇപ്പോഴല്ല, കുറെ 2 വർഷമായി അല്ലേ റോക്കറ്റ് അടുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകം ഈ വാർത്ത കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരും ഓടിപ്പോയിട്ട് റോക്കറ്റ് അടുപ്പ് മേടിക്കരുത്. റോക്കറ്റ് അടുപ്പ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് 2 കൊല്ലം മുമ്പ് ഞങ്ങൾ ശരിക്കും സ്റ്റഡി ചെയ്തതാണ്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കണം 3-4 എണ്ണത്തിനകത്ത് അതിൻ്റെ അകത്ത് ഇതാണ് കാസ്റ്റേൺ വെച്ച് ചെയ്തേക്കണതാണ്. ആരും പോയി മേടിച്ച് മണ്ടത്തരത്തിൽ ചെന്ന് ചാടരുത്. പിന്നെ ഇതിൻ്റെ ബ്ലോവറൊക്കെ ഇമ്പോർട്ടഡ് ബ്ലോവറാണ് യൂസ് ചെയ്തേക്കണം. ചീത്തയായി പോവില്ല പെട്ടെന്ന്. നമുക്കൊന്നും ഒരു കംപ്ലയിൻറ്റും വന്നില്ല. ഇന്നാണ് ആദ്യമായിട്ട് സർവീസിന് ആൾ വന്നേക്കണത്. അപ്പോൾ സർവീസ് കറക്റ്റായിട്ട് ഒരു ഇലക്ട്രീഷ്യൻ്റെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. കറണ്ടാണെന്നുണ്ടെങ്കിൽ മൊബൈലിൻ്റെ കറണ്ട് മതി. അപ്പോൾ ഈ കാസ്റ്റേൺ എന്ന് വെച്ചാൽ ഇരുമ്പ് വരെ ഉരുക്കാൻ ശക്തിയുള്ളതാണ്. അപ്പോൾ ഇതിന് മൾട്ടിപ്പിൾ ചൂട് കിട്ടും. സാധാരണ ഗ്യാസ് അടുപ്പ് പോലെയല്ല. സാധാരണ ഗ്യാസ് അടുപ്പിൽ ഇപ്പോൾ 9 മണിക്ക് അരി കിട്ടാൽ 12 മണിയായാലും വേവില്ല. ഇതൊരു 10 മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ 11 മണിയാകുമ്പോൾ ചോറായി. അത് മാത്രമല്ല ചോറിൻ്റെ ഡെൻസിറ്റി കൂടും പൊലിമ കൂടുമ്പോൾ. ദാറ്റ് മീൻസ് പറയാനാണെങ്കിൽ ഒരു 50 കിലോ അരി വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 പ്രാവശ്യം തൂക്കി. ഗ്യാസിലും മറ്റേലും തൂക്കിയപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് 12.5 കിലോ ചോറ് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടി. 12.5 കിലോ ചോറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുറേ ആൾക്കാർ കഴിക്കാനുള്ള ചോറ് എക്സസ് കിട്ടും. അത് പൊലിമ കൊണ്ട് കിട്ടുന്നതാണ്. പിന്നെ ടേസ്റ്റ് കൂടുതലാണ് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ മേടിച്ച കമ്പനിയുടെ പേര് തിരുവള്ളൂർ എന്നാണ്. അവൻ്റെ പേര് ഷാരൂഖ് എന്നാണ്. ഞങ്ങളിത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എല്ലാവരും ഞങ്ങളെ കളിയാക്കി തെറി പറഞ്ഞു. ഞങ്ങളെയൊക്കെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞ്. അപ്പോൾ ഈ ഷാരൂഖിൻ്റെ മേടിച്ചാലാണ് ഗുണം കിട്ടുള്ളൂ എന്ന് ഞാൻ പറയണത്. പോയി മണ്ടത്തരത്തിൽ പോയി ചാടരുത് ഒരിക്കലും. ഒരുപാട് കമ്പനിയുണ്ട് കോയമ്പത്തൂരൊക്കെ. അതൊക്കെ അവർ ഉള്ളിൽ മെറ്റൽ ബേസ്ഡ് സാധനങ്ങളൊക്കെ വെച്ചേക്കണം. പിന്നെ ഇതിന് സിറാമിക് കോട്ടിങ് കൊടുത്തേക്കണേ. നമുക്കിവിടെ തൊട്ട് നോക്കിയാൽ ചൂടുണ്ടാവില്ല. സൈഡിൽ ആൾക്ക് നിന്ന് സുഖമായിട്ട് പണിയാം. കത്തിച്ച് കഴിഞ്ഞാൽ നമുക്കത് അടച്ചിടുകയും ചെയ്യാം. ഈ പുക വലുതായിട്ട് വരില്ല അല്ലേ? സാധാരണ നമ്മൾ ഇപ്പൊ ഈ പൊറോട്ടക്കല്ലിന്റെ പുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശങ്കരെ അത് അടച്ച് കാണിച്ചു കൊടുത്തേ. അത് കാണാം, അടച്ച് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെ വന്നേ, കുറച്ച് പുക ഉണ്ട്, അതേ മേളിൽ കൂടി പൊക്കോളും. അതാർക്കും ശല്യമില്ലാത്ത പുകയാണ്. പിന്നെ ഇത് അടച്ചിടുകയും ചെയ്യാം. അടച്ചിട്ടിട്ടൊരു ചാക്ക് നനച്ചിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പുകയും പോയി. പിന്നെ പുക ഇതിനകത്തേ കൂടിയേ പോവുള്ളൂ. ഈ ഒരു ഗ്യാസിന്റെ പ്രതിസന്ധി ചേട്ടനെ ബാധിച്ചിട്ടുണ്ടോ? 100% ബാധിച്ചിട്ടില്ല. എനിക്കൊരു മാസം, ഇത് ആൾക്കാർ ഏത് തരത്തിലെടുക്കുമെന്നറിയില്ല, ഒരു മാസം ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ ഗ്യാസ് വേണമായിരുന്നു നമ്മുടെ ഹോട്ടൽ നടത്താനായിട്ട്. ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇപ്പോൾ ഇന്നലെ മുതൽ ഒരു സിലിണ്ടർ ഗ്യാസ് ഇല്ലാതെ ഞാൻ നടത്തിയേക്കണത് ഹോട്ടൽ. മറ്റേത് ഞങ്ങൾ 30% ഈ കുക്കന്മാർ വഴക്കിട്ട് പോയി. ഇത് വരുമ്പോൾ അവർക്ക് ചെറിയ ബുദ്ധിമുട്ടാണല്ലോ, വിറക് കയറ്റി വെക്കണം. മറ്റേതാകുമ്പോൾ ഇങ്ങനെ പിടിച്ച് തിരിച്ചാൽ മതിയല്ല. അപ്പോൾ അതാണ് ലാഭമാണിത്. ഈ മെനുവിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ട്? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചെറിയൊരു മാറ്റം വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 3-4-5 അടുപ്പുണ്ടായിരുന്നതിൽ 2 എണ്ണം ഇപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കുന്നുള്ളൂ. ബാക്കി ഞാൻ നാളെ മുതൽ വർക്ക് ചെയ്യിപ്പിക്കുള്ളൂ. അപ്പോൾ അത് കാരണം മെനുവിൽ ചേഞ്ചസ് വരുത്തി. നമുക്ക് കുക്കിങ്ങിൽ തലേദിവസം ചെയ്തിടാവുന്ന കാര്യങ്ങൾ ചെയ്തിടുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇഞ്ചിക്കറി, റായ്ത്ത ഉണ്ടാക്കിയിടും. അതുപോലെ ഒരുപാട് സാധനങ്ങൾ. നമ്മൾ പുളിശ്ശേരി മാറ്റിയിട്ട് എല്ലാവരും ഇത് ഹോട്ടലുകാരൊക്കെ ചെയ്യുക. മോര് കാച്ചിയാൽ മതി. ദാറ്റ് മീൻസ് മോരിനകത്ത് കാച്ചി ഒഴിച്ചാൽ മതി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ചേഞ്ച് ചെയ്ത്. അച്ചാറൊക്കെ എല്ലാ വർക്കും കഴിഞ്ഞ് കഴിയുമ്പോൾ തലേദിവസം ഇട്ട് വെക്കും. അങ്ങനെയുള്ള മാങ്ങ ചമ്മന്തി, അതിന് ഗ്യാസ് വേണ്ടല്ലോ. അങ്ങനെ സാധനങ്ങളാക്കി മൊത്തം. എന്തായാലും ഗ്യാസ് ആവശ്യമായിട്ട് ഉള്ളതിൻ്റെ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ റോക്കറ്റ് അടുപ്പുള്ളത് കൊണ്ട് വലിയ ആത്മവിശ്വാസത്തിലും ആശ്വാസത്തിലുമാണ് ഈ മച്ചിലി റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ. അദ്ദേഹമാണ് നമ്മളോട് സംസാരിച്ചത്. ഇത് തന്നെയാണ്, വിറകടുപ്പില്ലാത്ത ഹോട്ടലുകളെ സംബന്ധിച്ചാണ് ഈ അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്കും ഭാഗികമായിട്ടൊക്കെ അടച്ചുപൂട്ടിയൊക്കെ
നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രതിസന്ധി കുറച്ചധികം ദിവസം കൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി വീടുകളിൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എങ്കിൽ പോലും വീടുകളിലുമൊക്കെ വീട്ടമ്മമാരും വലിയ ആശങ്കയിൽ തന്നെയാണ് ഏതെങ്കിലും വിധത്തിൽ ഈ ഗ്യാസിന്റെ ക്ഷാമം ഉണ്ടാകുമോ എന്ന്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.